ഓം നമഃശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് ആവണങ്ങാട്ട് വിഷ്ണുമായെ കുറിച്ചാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രം. ഏവരെയും ഒരുപോലെ കണ്ട് ഭക്തരുടെ വിഷമങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ വിഷ്ണുമായ ക്ഷേത്രം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിലുള്ള ഒരു ക്ഷേത്രമാണ് ആവണങ്ങാട്ട് ചാത്തൻ ക്ഷേത്രം. കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും പ്രധാന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം. അതിനാൽ വിഷ്ണുമായ മൂലസ്ഥാനം എന്നും ആവണങ്ങാട്ടിൽ കളരിയെ വിളിക്കുന്നു. ക്ഷേത്രത്തിലെ ദേവൻ കിഴക്കോട്ട് ദർശനമായി രണ്ട് കൈകളുള്ള വിവിധ ഗുണങ്ങളുമുള്ള ഉഗ്രമായ രൂപത്തിൽ ദേവനെ പ്രതിനിധീകരിക്കുന്നു. വിഷ്ണുമായ സ്വാമിയെയും 390 കുട്ടിച്ചാത്തന്മാരെയും യഥാർത്ഥ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വിഷ്ണുമായ സ്വാമിയെ ഉഗ്രരൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായി തന്റെ ഇരു കൈകളും കുറുവടിയും അമൃതകുംഭവും ഏന്തി പോത്തിൻപുറത്തുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ സർപ്പക്കാവിൽ ഒരു ഭഗവതി പ്രതിഷ്ഠയും വല്യച്ഛൻ പ്രതിഷ്ഠയും നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നു. 10 ഏക്കറിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഈ പ്രദേശം ആവണക്ക് ചെടിയാൽ നിറഞ്ഞിരുന്നു. അതിനാൽ ആവണങ്കാട്ട് എന്നാണ് ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ഈ പേര് ആവണങ്ങാട്ടിൽ എന്നായി മാറുകയായിരുന്നു. ഐതിഹ്യം: കുലത്തിലെ അവസാന കണ്ണിയായതിനാൽ പണിക്കർ വിവാഹിതനാവുകയും അതിൽ ആവണങ്ങാട്ട് പണിക്കർക്ക് 2 ആൺകുട്ടികൾ പിറക്കുകയും ചെയ്തു, ഉണ്ണിത്താമനും കേളുണ്ണിയും. പിൽക്കാല ഉത്തരവാദിത്തങ്ങൾ 2 പേർക്കും കൈമാറി അദ്ദേഹം കാലധർമ്മത്തെ പ്രാപിച്ചതായി അറിയപ്പെടുന്നു. ശത്രുനിഗ്രഹത്തിനും കാര്യപ്രാപ്തിക്കും ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും ഗണപതി ഭഗവാനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ആരാധന തുടങ്ങാൻ ഇടയാകുന്നു. എന്നാൽ ഇതിൽ തൃപ്തനാവാതെ ഇരുവരുടെയും അമ്മാവൻ ചാത്തന്മാരെ പ്രീതിപ്പെടുത്താൻ ഉപദേശിച്ചു കൊടുക്കുകയും അതിനായി പുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാടിന്റെ പക്കൽ ചെന്ന് വിദ്യ അഭ്യർത്ഥിക്കണമെന്നും ഉപദേശിച്ചതായി പറയപ്പെടുന്നു. മഹാമാന്ത്രികനായി പുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാട് ശ്രീ വിഷ്ണുമായ ഉപാസനയാൽ സർവസിദ്ധികളും ജ്ഞാനവും കൈവരിച്ച് പരമാത്മാവിൽ വിജയം പ്രാപിച്ചിരുന്ന കാലം. ഭട്ടതിരിപ്പാടിന്റെ സേവയിൽ 390 ചാത്തന്മാർ കുടികൊണ്ടിരുന്നു എന്നതും സത്യം. പിന്നീടുള്ള തലമുറയിൽ ആർക്കും തന്നെ ആ സിദ്ധിയിൽ വേണ്ട ജ്ഞാനമില്ലാതിരുന്നതിനാൽ ഇല്ലം ക്ഷയിക്കാനിടയായി. അതേസമയം തന്റെ സിദ്ധികൾ അനുയോജ്യമായ ശിഷ്യനെ കൈമാറി മുക്തനാവാൻ തീരുമാനിച്ച ഭട്ടതിരിപ്പാടിന്റെ അടുത്തേക്ക് ആവണങ്ങാട്ടു തറവാട്ടിലെ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും എത്തുന്നത്. ആഗ്രഹിച്ച പ്രകാരം ഗണപതി ഭക്തരായ ഉണ്ണിത്താമനെയും കേളുണ്ണിയെയും ഭട്ടതിരിപ്പാട് സർവവിദ്യകളും ഉപാസനകളും പകർന്നു കൊടുക്കുകയും പകരം ആവണങ്ങാട്ട് ഗണപതിയെ പുഞ്ചനല്ലൂർക്ക് നൽകണമെന്നും ആവശ്യം പ്രകടിപ്പിക്കുന്നു. ഈ വ്യവസ്ഥയിൽ ഇരുവരും സമ്മതം കൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഭട്ടതിരിപ്പാട് തന്റെ താളിയോലകളും ഗ്രന്ഥങ്ങളും കൈമാറുകയും ചെയ്തു. മന്ത്രവാദ വിദ്യകളും ഉപാസനക്രമങ്ങളും സർവവിഘ്നങ്ങളെയും അതിജീവിച്ച് അവർ 2 പേരും വിഷ്ണുമായ ദേവനെ പ്രത്യക്ഷപ്പെടുത്തി. സർവാനുഗ്രഹങ്ങളും നൽകിയ മഹിഷവാഹനനും 390 ചാത്തന്മാരും ഇരുവരും കൂടി ആവണങ്ങാട്ട് തറവാട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ആവണങ്ങാട്ട് ഗണപതി പുഞ്ചനല്ലൂർ ഗണപതിയും പുഞ്ചനല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ട് ചാത്തന്മാരുമാകുകയും ചെയ്തു. എല്ലാ തന്ത്രവിദ്യകളോടെയും ആചാരാനുഷ്ഠാനങ്ങളോടെയും കൂടി ശ്രീ വിഷ്ണുമായ ദേവനെയും 390 ചാത്തന്മാരെയും ആവണങ്ങാട്ട് തറവാട്ടിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സൂര്യചന്ദ്രന്മാർ സ്ഥിതി ചെയ്യുന്ന കാലമെങ്ങും ശ്രീ വിഷ്ണുമായ ചൈതന്യം തന്റെ തറവാട്ടിൽ തന്നെ കുടികൊള്ളണമെന്ന ആഗ്രഹത്താൽ പണിക്കരിൽ മൂത്തയാൾ കുക്ഷികൽപ്പ സമാധി ചെയ്ത് തന്നെ ചാത്തന്മാരിൽ സമർപ്പിച്ച കഥയും പ്രശസ്തമാണ്. സമാധിയായ കാരണവർ ഗുരുഭാവത്തിൽ ആവണങ്ങാട്ടെ അച്ഛൻ കൊട്ടിലിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്സവങ്ങൾ: വെള്ളോട്ടു മഹോത്സവമാണ് ആവണങ്ങാട്ടിലെ പ്രധാന ഉത്സവം. കുംഭം മാസത്തിലെ 10 ദിവസമാണ് ഈ ഉത്സവം നടക്കുന്നത്. എഴുന്നള്ളത്തിലൂടെയാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത്. കൂടാതെ കളംപാട്ട് ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്.
ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.